വിധത്തിൽ ഒന്നിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് ഒരു കരയിലേക്ക് കയറുവാൻ നോക്കുമ്പോൾ ഇടിഞ്ഞു പോകുന്ന വിഷയം. ഒന്നുകിൽ തലമുറയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവിടെയും അനർത്ഥവും കഷ്ടവും തടസ്സവും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കടം വാങ്ങി തലമുറകളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ പൂർത്തീകരണമില്ലാതെ തലമുറ തെറ്റിപ്പോകുന്ന വിഷയം. സ്തോത്രം. കുടുംബത്തിൽ കലഹം, കുടുംബത്തിൽ വ്യാധി, കുടുംബത്തിലെ എതിരുകള്, കുടുംബത്തിൽ തടസ്സവാദങ്ങള്, മുൻപോട്ട് പോകുവാൻ ഒന്നുമില്ലാതെ ശൂന്യമാത്രമായി നിൽക്കുമ്പോൾ പകലും പരിശുദ്ധാത്മാവ് പറയാ, നിന്റെ ചിന്താഗതിയിൽ ഒരു മടങ്ങി വരവുണ്ടാകട്ടെ. ദൈവം വിളിച്ചു വേർതിരിച്ച് വിശുദ്ധമായില്ലായി ദൈവത്തെ ശ്രമിക്കുവാൻ ദൈവം ഇറക്കി നിർത്തിയിട്ട് ദേശത്തിന്റെ നടുവിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി നീ ഇടപെടുമ്പോൾ ദൈവത്തിന് നിന്റെ മേൽ കോപമുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ ദൈവമേ, വിശുദ്ധ മന്ദിരത്തിൽ ശത്രു സകലവും നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ സ്നേഹം, വിശുദ്ധ ജീവിതം, ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം, ദൈവഹിതം ചെയ്യുവാനുള്ള എരിവ്, ദൈവത്തോട് അടുത്തിരിക്കുവാനുള്ള ആഗ്രഹം, ഇതൊന്നും ഇന്ന് മനുഷ്യനില്ല. ദാവീദ് പറയുന്നത് പോലെ, ദൈവമേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആദ്യം മനസ്സൊരുക്കമുണ്ടായിരുന്നു. എന്തിന്? എടുത്തു പാടുവാൻ, ആരാധിക്കുവാൻ, ചാടി വീണ് ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വേദപുസ്തകം പഠിക്കുവാൻ, വായിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെയും ആദ്യം എന്നുള്ള കണക്കില് ചാടി വീഴുമായിരുന്നു. ഇപ്പോഴോ പണ്ട് കാലങ്ങളില് മണിക്കൂറുകള് കാൽനടയായി പോയി. ആരെങ്കിലും നല്ല ശുശ്രൂഷ ചെയ്യുന്നെന്ന് കേട്ടാൽ കൂട്ടായ്മയ്ക്ക് ഓടുമായിരുന്നു. നടന്ന് വാഹനം ഉണ്ടായാലും പോകാൻ ഇഷ്ടമില്ല, സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓടാൻ, അധ്വാനിക്കുവാൻ, പ്രയത്നിക്കുവാൻ, സഹിക്കുവാൻ മനസ്സില്ല. സമയം ഇരുന്നു കൊടുക്കാൻ മനസ്സില്ല. കേൾക്കുവാൻ ഇഷ്ടമില്ല. കാരണം എന്ത്? ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കും. പകലിൽ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വയ്ക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കും. ഒരു മടങ്ങി വരവിന് വേണ്ടി ഹൃദയംഗമായൊരു ആഗ്രഹത്തിലേക്ക്, ആവശ്യബോധത്തിലേക്ക് നിന്നെ നടുപ്പിക്കാമോ? യേശുവിന്റെ നാമം.